SITക്ക് മേൽ ആരുടെയും സമ്മർദ്ദമില്ല. DGP SITക്ക് മേൽ ആരുടെയും സമ്മർദ്ദമില്ലെന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രമായാണ് അവരുടെ പ്രവർത്തനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തെളിവുകൾ പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മറുപടി നൽകി. ഹൈക്കോടതി അന്വേഷണത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വർ. ബന്ധുവായതുകൊണ്ട് പറയുന്നതല്ലെന്നും ജീവിതത്തിൽ ഇതുവരെ ബ്ലാക്ക് മാർക്ക് കേൾപ്പിക്കാത്ത വ്യക്തിയാണ് കണ്ഠരര് രാജീവരെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. ജീവിതത്തിൽ ഇന്നേ വരെ അദ്ദേഹം ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല. ഒരു കുറ്റവും പഴിയും കേൾപ്പിച്ചിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ വീഴ്ചയ്ക്ക് തന്ത്രിയെ ബലിയാടാക്കി കുടുക്കിയാൽ മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താനാകുമെന്ന് വിചാരിച്ചു ചെയ്യുന്നതാണോ എന്നറിയില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും വ്യത്യസ്ത അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായാൽ അപ്പോൾ പറയാമെന്നും മന്ത്രി പ്രതികരിച്ചു.